ഈശോ മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നവംബർ 2-ാം തീയതി നമ്മുടെ സഭയിൽ സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്നലെ നവംബർ 1-ാം തീയതി ആയിരുന്നു സകല വിശുദ്ധരുടെയും തിരുനാൾ നമ്മൾ സഭയിൽ ആഘോഷിച്ച ദിവസമാണ്. കൃത്യമായിട്ട് ഇന്ന ദിവസം നമ്മളിൽ നിന്നൊക്കെ മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മളെല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഓർക്കാം. അതോടൊപ്പം നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന ചിന്തയിൽ നമുക്ക് മനസ്സിൽ കാത്തുസൂക്ഷിക്കാം. ഇന്ന് നമ്മൾ ആരാധന ക്രമവത്സരത്തിലെ അവസാനത്തെ കാലമായ പള്ളിക്കൂദാശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പള്ളിക്കൂദാശ കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വചനഭാഗമാണ്. ഇത് നമ്മൾ കാണുക പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോയും ശിഷ്യന്മാരും ഇങ്ങനെ കേസരിയ ഫിലിപ്പി പ്രദേശത്തുകൂടെ നടന്നു പോവുകയാണ്. അപ്പൊ ഈശോയ്ക്ക് ഒരു ആഗ്രഹം എന്താണ് മറ്റുള്ളവർ തന്നെ കുറിച്ച് പറയുന്നത് അറിയാനായിട്ട്. അപ്പൊ ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മറ്റുള്ളവർ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത്? അവരിന് പല ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ചോദ്യം കൂടി ഈശോ ആവർത്തിക്കുന്നു, നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത്? അതിന് പത്രോസ് ആണ് ചാടിക്കൊരു ഉത്തരം പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. നമ്മളവരെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന ഈശോയെ നമ്മളിവിടെ കണ്ടുമുട്ടുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ എല്ലാ ഓൺലൈനിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇന്റർനെറ്റ് കോളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫീഡ്ബാക്ക് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സർവീസ്, നന്നായിരുന്നു, റേറ്റിംഗ് നമ്മൾ ചോദിക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെ പത്രോസിന്റെ മറുപടി കേട്ട് ഈശോ തിരിച്ച് പത്രോസിന് പറയുന്ന കാര്യമുണ്ട്, ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നതെന്ന് ഈശോ പത്രോസിന് പറയുന്ന രംഗമുണ്ട്. തുടർന്ന് ഈശോ പത്രോസിന് പറയുകയാണ്, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന്. ഈ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു സമയത്ത് നീ പാറയാകുന്നു പറഞ്ഞ് ഈ ഉയർത്തുന്ന ഈ പത്രോസ് തന്നെ, പക്ഷെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്ന ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. തൊട്ടടുത്ത വാക്യത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വചനഭാഗത്തിൽ നമ്മൾ കാണുക, ഈശോ തന്റെ 3-ാമത്തെ പീഡാനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു അല്പവിശ്വാസിക്കുന്ന പത്രോസ് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ പീഡാനുഭവ സമയത്ത് കേവലം ഒരു പരിചാരകരുടെ മുമ്പിലും തോട്ടക്കാരുടെ മുമ്പിലും എല്ലാം ഇവനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഈശോ തള്ളി പറയുന്ന ഒരു പത്രോസ് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ ഉദ്ധാന ശേഷം ശിഷ്യന്മാരോട് നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മീൻ പിടിക്കാനായിട്ട് പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകുന്ന പത്രോസിനെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നും, ഒരു സമയത്ത് പത്രോസ് എന്ന് പാറയെന്ന് പറഞ്ഞ് ഈശോ വാഴ്ത്തി പത്രോസ് ആണ് പിന്നീട് അല്പവിശ്വാസി ആകുന്നതും ഭീരുവാകുന്നതും ദുർബലനായി തീരുക. ഒരു പക്ഷെ നമുക്ക് തോന്നും, എന്തുകൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു എന്ന്, ഈ അല്പവിശ്വാസി പത്രോസിനോട് ഭീരുവായി പത്രോസിനെങ്കിൽ പാറ എന്ന് പറഞ്ഞത്. ഇതിന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്, ഒരിക്കലും ബാഹ്യമായ നമ്മുടെ പ്രവർത്തികൾ കണ്ട് ആരെയും വിധിക്കാനായിട്ട് പാടില്ല. ഞങ്ങളെപ്പോഴും പറയുന്നൊരു പഴഞ്ചൊല്ലാണല്ലോ, ഒരിക്കലും പുറംചട്ട കണ്ട് ഒരു പുസ്തകത്തെ വിധിക്കരുത് എന്ന്. ഇവിടെ ഈശോയിൽ കൃത്യമായിട്ട്, ഇവിടെ ഈശോയെ പത്രോസ് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവപുത്രനെ ഏറ്റു പറയുമ്പോൾ ഈശോനോട് പറയുന്നുണ്ട്, സ്വർഗസ്നായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന്. ഇതുപോലെ പത്രോസിനും ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഈ ഭീരുവായ അല്പവിശ്വാസിയായ ബലഹീനനായ പത്രോസ് ആണ് നാളെ സഭയെ താങ്ങി നിർത്തുന്ന പാറയെ തീരുമെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മളിങ്ങനെ ബാഹ്യമായ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. പഴയ നിയമത്തില് സാമുവേലിന്റെ പുസ്തകത്തിലെ ഒന്നാം പുസ്തകത്തിലെ 16-ാം അധ്യായത്തില് സാമുവേല് ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രംഗമുണ്ട്. ജെസ്സയുടെ പുത്രനായ ദാവീദിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് സാമുവേൽ ചെല്ലുകയാണ്. സാമുവേൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവന്റെ ജെസ്സയുടെ ഓരോ മക്കളെയായിട്ട് സാമുവേൽ വിളിച്ചു വരുത്തുന്നുണ്ട്. ഓരോ മക്കളും കടന്നു വരുമ്പോൾ അവരുടെ ശരീരത്തിന്റെ വലിപ്പവും ആകാര ഭംഗിയെല്ലാം കണ്ട് സാമുവേല് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഇവനാണോ? അവിടെ എല്ലാം പറയുന്നുണ്ട്, ദൈവം പറഞ്ഞു ഇവനല്ല. ഇങ്ങനെ 7 മക്കളും കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം സാമുവേൽ ജെസ്സയോട് ചോദിക്കും, ഇനി നിനക്ക് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറയുന്നത്, എനിക്കൊരു മകൻ കൂടിയുണ്ട്, ഇളയ മകൻ. അവൻ ആടുകളെ മേയ്ക്കാൻ പോയിക്കാണ്, ദുർബലനാണ്, പയ്യനാണ്. ഇവിടെ ദൈവം സാമുവേലിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാകട്ടെ ഹൃദയ ഭാവത്തിലും. വരെ ഇന്ന് വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഒരു ചെറിയ ചിന്ത നമുക്ക് മനസ്സിലേക്ക് ആഘോഷിക്കാം. പുറമെ ഒരുവൻ പാപിയാവാം, ബലഹീനനാവാം, ദുർബലനാവാം, കഴിവ് കുറഞ്ഞവനാവാം, പക്ഷേ അവനിലെ ദൈവം എന്തൊക്കെയോ ചില വലിയ പദ്ധതികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഹ്യമായ പെരുമാറ്റങ്ങളോ പ്രവൃത്തികളോ നമുക്ക് ആരെയും വിധിക്കാതിരിക്കാം. അതിലപ്പുറം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് സഭയെ പീഡിപ്പിച്ച സാവൂളില് പൗലോസ് ശ്ലീഹായെ
33 വർഷം പാപിയായി ഈ ലോകത്തിന്റെ പാപങ്ങൾക്കെല്ലാം വിധേയപ്പെട്ട് നടന്ന മനുഷ്യനില് വിശുദ്ധ അഗസ്ത്യോസിനെയും ലോകത്തിന്റെ സുഖങ്ങൾക്ക് പിറകെ പാഞ്ഞ വിശുദ്ധ ഫ്രാൻസിസിനെ കണ്ടെത്താനും ദൈവത്തിന് സാധിച്ചത്. അങ്ങനെയെങ്കിൽ എന്നിലും നിന്നിലും ഓരോ വിശുദ്ധനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരുപക്ഷെ നമ്മൾ കുറവുള്ളവരാവാം, ബലഹീനരാവാം, പോരായ്മ ഉള്ളവരാവാം. പക്ഷേ എന്നിലെ വിശുദ്ധനെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ചുറ്റിലും മറിഞ്ഞിരിക്കുന്ന വിശുദ്ധരെ കണ്ടെത്താൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി തീരും. ഈ ലോകം സ്വർഗമായി തീരും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.